ശ്ലോകം 9. 9ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. ഉച്ചതയാ ദൈത്യതനോഹോ, ആ ദൈത്യൻ്റെ ശരീരം നല്ല പൊക്കമുള്ളതായതുകൊണ്ട് ത്വന്മുഖമാലോക്യ ദൂരതോ രാമ, ദൂരത്തു നിന്ന് ബലരാമൻ ഭഗവാന്റെ മുഖം കണ്ടു. വിഗത ഭയോ, ഭയം പോയി. ഭഗവാന്റെ മുഖം കണ്ടപ്പോൾ ഭയം പോയി. ഭഗവാനെ സ്മരിച്ചാൽ ഭയം പോകും. നമുക്കുള്ള ഉപദേശമാണ്. ഒരിക്കലും ഭഗവാനെ മറക്കരുത്. എപ്പോഴും ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കണം. ത്വന്മുഖമാലോക്യ ദൂരതോ രാമ വിഗത ഭയ, ആ ഭയം പോയി. ഭഗവാൻ അവിടുന്ന് ആംഗ്യം കാണിച്ചു. ആ ആംഗ്യത്തിനനുസരിച്ച് ദൃഢമുഷ്ടിയ, തൻ്റെ മുഷ്ടി കൊണ്ട്, നല്ല ബലമുള്ള ആ മുഷ്ടി കൊണ്ട്, ഭൃശദുഷ്ടം സപതി പൃഷ്ടവാനേനം, ഏനം ഇവനെങ്ങനെയുള്ളവനാണ്? ഭൃശദുഷ്ടൻ, അത്യന്തം ദുഷ്ടനാണ്. അത്യന്തം ദുഷ്ടനായ അവനെ പിഷ്ടവാൻ, അരച്ചു, അതാണ് പൊടിച്ച്, അരച്ചു പൊടിച്ചു. അപ്പോൾ അവിടെ ഭഗവത് സ്മരണ ഏതു കാലത്തും നിലനിർത്തണം എന്നുള്ളതാണ് നമുക്ക് തരുന്നതായ പാഠം. ഭഗവാന്റെ മുഖം കണ്ടാൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം പോകും. നമുക്ക് ശക്തി, എന്ത് കർമ്മം ചെയ്യണോ ആ കർമ്മം ചെയ്യാനുള്ളതായ ശക്തി ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ബലരാമൻ, പേടിച്ച ബലരാമൻ പോലും ആ ഭഗവാന്റെ മുഖം കണ്ടതായ സമയത്ത് ശക്തിയോടുകൂടി, ദൃഢമായ മുഷ്ടിയോടുകൂടി ആ ദുഷ്ടനെ തലയ്ക്ക് അടിച്ച് വധിച്ച് തൻ്റെ കൂട്ടത്തിലേക്ക് തിരിച്ചു വരികയാണ്. ശ്ലോകം 10. ഹത്വാ ദാനവവീരം, ദാനവന്മാരിൽ വെച്ച്, അസുരന്മാരിൽ വെച്ച് വീരനാണ് ഇവൻ. അനേകം തൃണാവർത്തനം, ശരാസുരം ഒക്കെ അല്ലാതെ ഇവനും അതുപോലെ തന്നെയാണ്. ഹത്വാ ദാനവവീരം, അവനെ കൊന്നിട്ട് പ്രാപ്തം ബലം, വേഗം ഓടി കൃഷ്ണൻ്റെ അടുത്തേക്കാണ് വന്നു ചേർന്ന ആ ബലരാമനെ ആലിലിംഗിത പ്രേംണ, എന്തെന്നില്ലാത്ത സന്തോഷത്തോട്, സ്നേഹത്തോടുകൂടി ആലിംഗനം ചെയ്തു. ആലിംഗനം ചെയ്തു. ഭഗവാൻ അറിയാം ബലരാമൻ അവനെ കൊല്ലാൻ ശക്തനാണ്. പക്ഷെ ചില സമയങ്ങളിൽ ആ ഭഗവാനിൽ നിന്ന് ഉള്ള എന്താ പറയുക, ചില ആംഗ്യങ്ങളോ ചില ഉപദേശങ്ങളോ ഒക്കെ വേണ്ടി വരും, അത്രയേ ഉള്ളൂ. അതാണ് എന്തുകൊണ്ട് ഭഗവാൻ എന്നും സത്വഗുണ സ്വരൂപനാണ്, സത്വഗുണം മാത്രമാണ്. അപ്പോൾ ഏത് കാര്യവും എപ്പോഴും പ്രകാശിക്കും ഭഗവാന്. മറ്റുള്ളവർക്കൊക്കെ രജോ ഗുണവും തമോ ഗുണവും കുറേശ്ശേ ഉണ്ടാവും. അത് കാരണം പറഞ്ഞാൽ മാത്രമേ പ്രകാശിക്കുള്ളൂ. അതാണ്. അങ്ങനെ തിരിച്ചു വന്ന് കൃഷ്ണനെ കണ്ട് കൃഷ്ണൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടുകൂടി ഭഗവാനെ ഉമ്മവിക്കുക മുതലായതെല്ലാം ചെയ്തു. താവൻ മിഴതോർ യുവയോഹോ, അങ്ങനെ ആലിംഗനം ചെയ്ത് ഒന്നിച്ചു നിൽക്കുന്ന അവരുടെ ശിരസിലേക്ക്, മിഴതോർ യുവയോഹോ, ഒന്നിച്ചു നിൽക്കുന്ന നിങ്ങളുടെ ശിരസിലേക്ക്, ശിരസി കൃതാ പുഷ്പവൃഷ്ടി അമരഗണൈ, ദേവന്മാർ ആകാശത്ത് നിന്ന് പാരിജാത പുഷ്പവൃഷ്ടി ചെയ്യുണ്ടായി. ശക്തനായ ദാനവനെ, അസുരനെ കൊന്ന് വന്നിരിക്കുന്നതായ ബലരാമനെ സ്നേഹത്തോടുകൂടി ആലിംഗനം ചെയ്ത് അങ്ങനെ നിൽക്കുന്ന രണ്ടുപേരുടെയും ശിരസിലേക്ക് ആകാശത്ത് നിൽക്കുന്ന ആ അമരഗണങ്ങൾ പുഷ്പവൃഷ്ടി ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുകയുണ്ടായി. ശ്ലോകം 11.
ആലംബോ ഭുവനാനാം. ഈ ഭഗവാൻ ആരാണ്? എല്ലാ ഭുവനങ്ങൾക്കും ആശ്രയമായിട്ടുള്ളവനാണ്, ആലംബമാണ്. എല്ലാ ഭുവനം എന്ന് പറയുന്നത് ബ്രഹ്മാണ്ടങ്ങളാണ്. നമ്മുടെ ബ്രഹ്മാണ്ടം 14 ലോകങ്ങൾ. ആ 14 ലോകത്തിൻ്റെ മധ്യത്തിലാണ് ഭൂമി ഇരിക്കുന്നത്. ഇങ്ങനത്തെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടെന്നാണ് ഭാഗവതം പറയുന്നത്. ഇന്ന് ശാസ്ത്രജ്ഞന്മാരത് അംഗീകരിച്ചിരിക്കുന്നു. അപ്പം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ, അതാണ് ഭുവനാനാം. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് ആലംബമായിരിക്കുന്ന ഭഗവാൻ. അതായത് ഭഗവാൻ ഉണ്ടെങ്കിലേ ഈ ലോകങ്ങളുള്ളൂ, ഭഗവാൻ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഭഗവാൻ വിചാരിക്കണം, അപ്പോൾ മാത്രമാണ് നമുക്കെല്ലാവർക്കും ആശ്രയം ഭഗവാൻ. നമ്മുടെ ഉള്ളിലിരുന്ന് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും പ്രവർത്തിക്കാനുള്ളതായ ശക്തിയെ തരുന്നവനാണ് ഭഗവാൻ. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനം. പ്രലംബാസുരനെ വധിക്കുക എന്നുള്ളത് ഈ വിധത്തിൽ ഏവം ആരജയൻ, ജ്യേഷ്ഠനെ കൊണ്ട് ചെയ്യിച്ചു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ജ്യേഷ്ഠനെ കൊണ്ട് ചെയ്യിച്ചത്? വൈശ്രവണനാണ്. വൈശ്രവണൻ ഇവൻ ഹൂഹു എന്ന ഗന്ധർവൻ്റെ മകനാണ്. പൂർവജന്മത്തിലെ നാമം വിജയൻ. ആ വിജയനാണ് പ്രളംബനായത്. അപ്പം എന്താ ഇവൻ ചെയ്ത തെറ്റ്? അവൻ ശിവപൂജയ്ക്ക് വേണ്ടി, വൈശ്രവണൻ ശിവഭക്തനാണ്, ശിവപൂജയ്ക്ക് വേണ്ടി വളർത്തിയ പൂക്കളുണ്ട്. ആ പൂക്കളൊക്കെ ഒന്ന് അറുത്തു. കുട്ടി ഇത് ഭഗവാനെ പൂജിക്കാനുള്ളതാണ്, നീ അറക്കരുത്. അപ്പോൾ വീണ്ടും അത് പൂക്കൾ അറുത്തു. അപ്പോൾ ശപിക്കുകയാണ്. ആരിവിടെ വന്ന് പൂക്കൾ ഇറക്കുന്നുവോ അവൻ അസുരനാകട്ടെ. ഈ ശാപം അറിയാതെ കണ്ടാവും വന്ന് എടുത്തു, അസുരനായി. വൈശ്രവൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്പോൾ പറഞ്ഞു, നീയെ കൃഷ്ണനും ബലരാമനും വരും, അത് ബലരാമൻ്റെ കൈ കൊണ്ടാണ് നീയെ വരിക്കുക. നിനക്ക് ശാപമോക്ഷമായി തിരിച്ച് നീ അസുരനായിട്ട് വന്നു, അത്രയേ ഉള്ളൂ. ഏവം പ്രാലംബം നിധനം ആരജയൻ. ആ പ്രലംബൻ്റെ വധത്തിനെ ചെയ്തിട്ട് അതുപോലെ എൻ്റെ കാര്യം കൂടി ഓർമ്മ വേണേ. അതാണ് കാലം വിഹായ, ഒട്ടും താമസിക്കരുതേ. 57 ദിവസമായി. ഇപ്പോഴും വേദന വിട്ടിട്ടില്ല. ദിവസേന വേദനയുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ കടിച്ച് പിടിച്ച് എന്ന് പറയില്ല നമ്മൾ, ഞാനെങ്ങനെ കഴിച്ചു പോവുകയാണ്. കാലം വിഹായ സദ്യോ ഹരേ ക്ലേശാൻ. ഹേ ഹരേ ഹരേ. ആദ്യത്തെ ഹരേ സംബോധന, അല്ലയോ വിഷ്ണു, ഹരേ നശിപ്പിച്ചാലും ഹരിച്ചാലും. എങ്ങനെയുള്ള ഹരിയാണ്? ലോലം പരുജേ, വണ്ടിനെ പോലെ കാന്തിയുള്ളവൻ, നല്ല നീല നിറത്തോടു കൂടിയവൻ. കാലം വിഹായ, ഒട്ടും താമസിക്കരുത്, എനിക്ക് അത്രത്തോളം വേദന ആവണു. സദ്യോ, വേഗത്തിൽ വേണം എന്ന് പറഞ്ഞു. ഒന്ന് നോക്കി, എവിടേക്കോ നോക്കി നിൽക്കണം. ആയിട്ടില്ല, 57 ദശയായിട്ടുള്ളൂ. 100 ദശകം വേണമെന്ന് അദ്ദേഹം തന്നെ ആലോചിച്ചതാണ്. അതാണ് എന്തും തീർച്ചയാക്കുമ്പോൾ ആലോചിച്ച് വേണം തീർച്ചയാക്കാൻ. 100 ദശകത്തിൽ ആണ് ചെയ്യേണ്ടത് എന്ന് ഋഗ്വേദത്തിൻ്റെ മാതൃകയിൽ അദ്ദേഹം ചെയ്തതാണ്. അപ്പോൾ 100 ആയിട്ടില്ലല്ലോ, 57 ആയുള്ളൂ എന്ന് ഇതായിട്ടാണ് ഭഗവാൻ നോക്കാതെ കണ്ട് വേറെ എവിടേക്കെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കും. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ശരിക്കുമുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. അതാണ് അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. അനുഭവമാണ് ഏറ്റവും വലിയ വൈദ്യര്. ഏറ്റവും വലിയ വൈദ്യരും അനുഭവമാണ്. ഓർമ്മ വേണം.
അങ്ങനെ ഭുവനത്തിന് മുഴുവൻ ആരംഭമായിട്ടുള്ളവനാണ് ഈ ഭഗവാൻ. ആ ഭഗവാൻ എപ്രകാരം പ്രളംബൻ്റെ വധത്തിനെ ചെയ്തുവോ അതുപോലെ എൻ്റെ ഈ വാതരോഗത്തിനെയും ഒന്ന് വധിക്കണമേ. ക്ലേശാൻ ഹരേഹേ, ക്ലേശങ്ങളെ ഹരിക്കണമേ, ഹരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നു.